ഇതാണ് എന്റെ സാമ്രാജ്യം, എന്റെ ക്ലാസ് റൂമാണ് കേട്ടോ. ഇതിപ്പോ എന്താ ഇന്ന് ഇവിടെ നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ? അതൊക്കെ പറയാം. അച്ഛന്റെ അമ്മയുടെയും കൂടെയുള്ള എന്റെ ഈ ഫോട്ടോ 5 വർഷം മുമ്പ് ഒരു സ്റ്റുഡന്റ് സമ്മാനിച്ചതാട്ടോ. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ. ഇത് എന്റെ ടേബിള്. സ്വാഭാവികമായും ടീച്ചറുടെ മേശയായോണ്ട് കുറച്ച് പുസ്തകങ്ങളുണ്ട്, കുറച്ച് മാർക്കർ പെൻ ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ചെറിയ സരസ്വതി ദേവിയുടെ വിഗ്രഹം. പഴയൊരു മേശയാണ് കേട്ടോ അത്. ഇതിന്റെ ഉള്ളിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ പലതും എന്റെ അല്ല കേട്ടോ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു കാര്യം കാണിച്ചു തരാനാ. അതെന്താച്ചാലേ, എന്നും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തേക്കുന്ന നിലത്ത് റേസർ, മേശമ, പേന, പെൻസില്, ഫയൽ കവർ, ഇങ്ങനെ പലതും ഇങ്ങനെ കുട്ടികൾ കളഞ്ഞിട്ട് പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിറ്റേ ദിവസം കുട്ടികൾ വന്നാൽ ചോദിക്കില്ലാന്ന്. ആരും ചോദിക്കില്ല. ഞാനത് മേശയമൊക്കെ എടുത്തു വെച്ച് കുറെ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഒരു പെൻസിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ആട്ടും കാഷ്ടം പോലെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് അതിന്റെ ശ്വാസം പോണ വരെ അത് കൊണ്ട് നടക്കും. പിന്നെ അന്നൊന്നും ബോൾ പോയിന്റ് പെണ്ണുകൊണ്ട് എഴുതുന്ന പരിപാടിയില്ല. ജെൽ പെന്ന് പിന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഫൗണ്ടൻ പെൻ, അതിന്റെ പിന്നെ മഷി കയ്യിലും മേത്തും യൂണിഫോമുമേയും. പിന്നെ ഞങ്ങളൊക്കെ ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധം തെളിയിച്ചിരുന്നത് ബ്ലഡ് കൊടുത്തിട്ടല്ല കേട്ടോ, ഇങ്ക് കൊടുത്തിട്ടാ. ചോര ഊറ്റി കൊടുക്കാൻ പറഞ്ഞ എത്ര വിഷമം ഉണ്ടാവില്ല. അതോ ഒരു തുള്ളി പോലും പാഴാക്കാതെയും. അന്ന് യൂസ് ആൻഡ് ത്രോ എന്നുള്ള കൺസെപ്റ്റ് അതിനത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. കേട് വന്നാലും പൊട്ടിപ്പോയാലും അതൊക്കെ ഒട്ടിച്ചും തുന്നി ചേർത്തും ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോ സൗഹൃദങ്ങളും ബന്ധങ്ങളും വികാരങ്ങളും മനുഷ്യർ പോലും യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാകുന്നുണ്ടോ എന്നൊരു സംശയം. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നാലോ, ആ ആളെ കൊണ്ട് തനിക്കിനി ഉപകാരമില്ല എന്ന് തോന്നിയാലോ, അപ്പൊ സൗഹൃദ ബന്ധം അവസാനിപ്പിക്കുക. ജപ്പാനിലെ കിൻസുഗി എന്ന ആർട്ട് ഫോം പോലെ എല്ലാം യൂസ് ആൻഡ് ത്രോ അല്ല. ചിലത് വിലമതിക്കാനും ജീവിതാവസാനം വരെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കാനുള്ളതുമാണ്. ചിലത് ചേർത്ത് വെച്ചാൽ ഏച്ചുകൂട്ടിയ ഭാര്യ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ചില ബന്ധങ്ങൾ ക്ഷമയും സ്നേഹവും ശ്രമവും കൊണ്ട് ചേർത്ത് വെച്ചാൽ അവ മുമ്പത്തേതിനേക്കാളും മനോഹരമായാലോ, അല്ലേ?